എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ വേദ വിക്രത്തിനോട് പറയുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് ആവശ്യമില്ലാത്ത കാര്യത്തിന് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ 2 കണ്ണും ഞാൻ കുത്തിപ്പൊട്ടിക്കുമെന്ന് പറയും. എന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങളുടെ കട്ടിലും തലേനെന്തേ കിടക്കുന്നു, നിങ്ങൾ കിടന്നു എന്ന് പറഞ്ഞിട്ട് താഴെ പാവിരിച്ച് വേദ അവിടെ കിടക്കുവാണ്. അന്നേരം വിക്രത്തിന് ഒരു സങ്കടം, കാരണം പറഞ്ഞങ്ങ് ജയിക്കാൻ പറ്റിയില്ലല്ലോ. അതുകൊണ്ട് വിക്രം പറയുവാണ്, ഈ ഒരു ദിവസം ഈ കട്ടിലിൽ നിന്നല്ല 1000 ജന്മം നീ എൻ്റെ കൂടെ കഴിഞ്ഞാലും നമുക്കിടയിൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് വിക്രം അങ്ങ് കിടക്കും. അന്നേരം വേദ അവിടെ ചുമ്മാ ചിരിക്കുവാണ്, കളിയാക്കി ചിരിക്കുന്ന പോലെ. അന്നേരം എന്നതാടി ഇനി മാത്രം ചിരിക്കാണ്ടിരിക്കുന്നത് എന്ന് ചോദിക്കും. അന്നേരം വേദ പറയുന്നുണ്ട്, അല്ലെങ്കിലും നിങ്ങൾ പെൺവിഷയത്തിൽ വലിയ ആളൊന്നും അല്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഈ റൂമിൽ നിന്നല്ല ആ കട്ടിലിൽ വന്ന് ഞാൻ കിടന്നാലും എനിക്ക് സുഖമായിട്ട് കിടന്ന് ഉറങ്ങാൻ പറ്റും. നമ്മളുടെ ഇടയ്ക്ക് ഒന്നും സംഭവിക്കില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടല്ലേ ആ രമ്യയുടെ കേസ് വന്നപ്പോൾ ഞാൻ നിങ്ങളെ സംശയിക്കാതിരുന്നത് എന്നിങ്ങനെ പറയാം കേട്ടോ. അന്നേരം വിക്രത്തിന് ആകെ ഒരു വിഷമം, കാരണം വിക്രത്തിൻ്റെ പുരുഷത്വത്തെ അങ്ങ് ചോദ്യം ചെയ്യുന്ന പോലെ. അന്നേരം വിക്രം പറയുന്നുണ്ട്, നിൻ്റെ നമ്പറൊക്കെ എനിക്കറിയാം, ഇനി ഞാൻ ഇതിൻ്റെ അകത്ത് എനിക്കിതിൽ വിഷമം തോന്നി, എൻ്റെ പുരുഷത്വത്തെ നീ വേദനിപ്പിച്ചു എന്ന് എനിക്ക് തോന്നി, ഞാൻ എന്തെങ്കിലും ചെയ്തിട്ട് വേണം നിനക്ക് ഗാർഹിക പീഡനം, മാരിറ്റൽ റേപ്പ് എന്നൊക്കെ പറഞ്ഞ് കേസ് കൊടുക്കാൻ. അതൊന്നും നടക്കുകയില്ല കേട്ടോ എന്ന് പറയുമ്പം വേദ പറയുന്നുണ്ട്, നിങ്ങളെ ഒരു പാവം നിഷ്കളങ്കനായ ഗുണ്ടയാണ്, നിങ്ങൾക്ക് വിവരമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വേദ കിടക്കും. അന്നേരം വിക്രത്തിനാകെ വിഷമാണ്, അങ്ങ് തോറ്റുപോയല്ലോ. അന്നേരം ഇങ്ങനെ വിഷമിച്ച് ഇങ്ങനെ കിടക്കുമ്പം വേദ പറയുവാണ്, നിങ്ങൾ ആ ലൈറ്റും ഓഫ് ചെയ്തു, ഞാൻ രാത്രി എഴുന്നേറ്റ് നിങ്ങളുടെ അടുത്തോട്ട് വരാനൊന്നും പോകുന്നില്ല എന്ന് പറയും. ഏതായാലും വിക്രം ലൈറ്റ് ഓഫ് ചെയ്തിട്ട് വന്ന് കിടക്കുന്നു. അവിടെ പറഞ്ഞ് ജയിക്കാൻ പറ്റാത്തതിൻ്റെ ഒരു വിഷമമുണ്ട് കേട്ടോ മുഖത്ത്. പിന്നെ കാണിക്കുന്ന വേദയുടെ അച്ഛൻ ശങ്കരനാരായണനെയാണ്. അദ്ദേഹത്തിന് ആകെ വിഷമം, കാരണം വേദയോട് പ്രത്യേക ഒരു ഇഷ്ടമുണ്ട് അദ്ദേഹത്തിന്. അതുകൊണ്ട് തന്നെ വേദ ആശുപത്രി വന്നപ്പം കുഞ്ഞിനെ കാണിച്ചില്ലല്ലോ, അതിൻ്റെ ഒരു സങ്കടം, അതിനെപ്പറ്റി ഇങ്ങനെ ചിന്തിച്ചിരിക്കുകയാണ്. അന്നേരം പത്മ വരുമ്പോൾ എന്താ ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്നത്, കിടക്കുന്നില്ലെന്ന് ചോദിക്കും. അന്നേരം ചിന്തിക്കാനുള്ള കാര്യങ്ങളല്ലേ ജീവിതത്തിൽ നടക്കുന്നുള്ളൂ. ഇന്ന് വേദ വന്നപ്പം അവളെ ആ കുഞ്ഞിനെ കാണിക്കാതിരുന്നത് വളരെ മോശമായി പോയില്ലേ, അവൾക്ക് നല്ല വിഷമം തോന്നി കാണും. കുഞ്ഞുങ്ങളുടെ പേരിൽ എന്തിനാണ് നമ്മളിങ്ങനെ വാശി പിടിക്കുന്നത്, അതുങ്ങൾക്ക് നിഷ്കളങ്കമായിട്ട് എല്ലാവരും നോക്കി ചിരിക്കാൻ മാത്രമല്ലേ കഴിയുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പം പത്മ പറയുന്നുണ്ട്, ശ്രീകാന്ത് ആ ചെയ്തത് തെറ്റാണ്, ഞാനത് അവനോട് പറയുകയും ചെയ്തു എന്ന് പറയും. എന്നിട്ട് പത്മ പറയുവാണ്, നമുക്കിതിനൊരു പരിഹാരമായിട്ട് അവളോട് ഇവിടെ വന്ന് മോനെ കണ്ടിട്ട് പൊയ്ക്കോളാൻ പറയട്ടെ, അവളോടും വിക്രത്തിനോടും ഒരുമിച്ച് വരാൻ പറയാം. ഒരു അച്ഛൻ പെങ്ങൾ എന്ന രീതിയിൽ എന്തൊക്കെയാണോ ചെയ്യാനുള്ളത് അതൊക്കെ ചെയ്തിട്ട് അവൾക്ക് പോട്ടെ, അവൾക്കൊരു സമാധാനം ആവുമല്ലോ എന്ന് പറയുമ്പം ശങ്കരനാരായണൻ പറയുന്നുണ്ട്, അവൾ വരികയില്ല, അവൾ അന്ന് അവസാനം കണ്ടിട്ട് പോയപ്പം പറഞ്ഞത് നിനക്ക് ഓർമ്മയില്ലേ, അവളുടെ മനസ്സിലെ ഏറ്റവും വലിയ ശത്രു ഞാനാണ് എന്ന് പറയുമ്പം പത്മ പറയുന്നുണ്ട്, അന്നേരത്തെ വിഷമത്തിന് അവളങ്ങനെ പറഞ്ഞതേ ഉള്ളൂ, അവളുടെ മനസ്സിൽ അങ്ങനെ വൈരാഗ്യമൊന്നും കാണില്ല, നിങ്ങൾ വിളിച്ചാൽ അവൾ ഉറപ്പായിട്ടും വരും, നിങ്ങളൊന്ന് വിളിക്കുക എന്ന് പറയുക. അന്നേരം ശങ്കരനാരായണനെ വിളിക്കാനുള്ള മനസ്സുണ്ടേ. അപ്പോൾ പറയുന്നുണ്ട്, സമയം ഒത്തിരി വൈകി പോയില്ലേ, നമുക്ക് നാളെ വിളിക്കാം എന്ന് പറഞ്ഞിട്ട് കിടക്കുവാണ്. പിന്നെ കാണിക്കുന്നത് നേരം വെളുത്തു, രാവിലെ വിളക്ക് കത്തിച്ച് തൊഴുവാണ് ശ്രീജ. അന്നേരം തൊഴുത് നിൽക്കുമ്പം അങ്ങോട്ട് വിശ്വനും വരുന്നുണ്ട്. അപ്പോൾ വിശ്വനോട് പറയും, ആദ്യമായിട്ട് ഓഫീസിൽ പോകുമല്ലോ, ഒന്ന് പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങുകയെന്ന് പറയും. അങ്ങനെ പ്രാർത്ഥിച്ച് നിൽക്കുമ്പം ചായയൊക്കെ ആയിട്ട് കമല വരുന്നുണ്ട്. ചായ കൊടുത്ത് കഴിയുമ്പം വിശ്വൻ ചോദിക്കും, അച്ഛൻ എന്ത് ചെയ്യുന്നത്. അപ്പോൾ അച്ഛൻ പുറത്ത് പോയേക്കുവാണ്. ഈ സമയം നന്ദിനി അങ്ങോട്ട് വരും. അന്നേരം നന്ദിനി പറയുന്നുണ്ട്, അതേ കുറച്ച് ദിവസം കഴിയുമ്പം ഈ ശ്രീജ ചേച്ചി തരുന്ന ചോറുമായിട്ട് ഏതെങ്കിലും ബീച്ചിൽ പോയിരിക്കുമോ എന്ന് ചോദിക്കും. അന്നേരം കമല ചോദിക്കുന്നുണ്ട്, എന്തിനാ നന്ദിനി ഒരു നല്ല കാര്യത്തിന് ഇറങ്ങുമ്പോൾ ആവശ്യമില്ലാത്ത അതൊക്കെ സംസാരിക്കുന്നത് എന്ന് ചോദിക്കും. അന്നേരം നന്ദിനി പറയുന്നുണ്ട്, ഇത് ആവശ്യമില്ലാത്തതൊന്നുമല്ല, ഞങ്ങളോട് പരിശ്രമിച്ചിട്ടാണ് ഈ ജോലി കിട്ടിയത്, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ എന്ന് പറയുമ്പം ഞങ്ങളോ, എനിക്ക് മനസ്സിലായില്ല എന്ന് പറയും. അന്നേരം വിനയേട്ടനല്ലേ ഈ ജോലി മേടിച്ചു കൊടുത്തത്, അത് അമ്മയ്ക്ക് അറിയത്തില്ലേ എന്ന് ചോദിക്കും. അന്നേരം കമല പറയുന്നുണ്ട്, അതെനിക്ക് മനസ്സിലായി, വിനയൻ ഇവൻ്റെ അനിയനാണ്, അവൻ കുഞ്ഞായി ട്രൗസർ ഇട്ട് നടക്കുന്ന കാലം തൊട്ട് ഇവൻ എടുത്തുകൊണ്ട് നടന്നിട്ടുണ്ട് അവനെ, അവർ തമ്മിലുള്ള കാര്യം അവർ തീർത്തോളും, അതിൻ്റെ അകത്ത് നീ കയറി ഇടപെടണ്ട എന്ന് പറയുമ്പം നന്ദിനി ചോദിക്കും, അതെന്താ അമ്മ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്ന്. അന്നേരം കമല പറയുന്നുണ്ട്, ഞാൻ ഇങ്ങനെയൊക്കെ സംസാരിക്കാത്തത് കൊണ്ടാണ് നിൻ്റെ നാക്കിന് ഇത്രയും നീളം വെച്ചത്, ആ നീളം വീണ്ടും വീണ്ടും കൂടി വരുമ്പോൾ അതൊന്ന് ചുരുട്ടി വയ്ക്കാൻ ഞാൻ പറയണ്ടേ, ഞാൻ ഈ വീട്ടിലെ അമ്മയല്ലേ, അല്ലാതെ ഇവിടുത്തെ ജോലിക്കാരിയൊന്നുമല്ലല്ലോ, അതുകൊണ്ടാണ് പറഞ്ഞത് എന്ന് പറയും. അന്നേരം ആകെ വിഷമിച്ച് നിൽക്കുവാണ് നന്ദിനി. രാവിലെ വായിന്ന് നല്ല രീതിയിൽ കേട്ടല്ലോ. അന്നേരം വിശ്വം പറയുന്നുണ്ട്, അമ്മ ഇനി അതിൻ്റെ പേരിൽ നന്ദിനിയെ തെറ്റൊന്നും പറയണ്ട, നന്ദിനിയുടെ മനസ്സിൽ എന്തുണ്ടെങ്കിലും അത് പെട്ടെന്നങ്ങ് പുറത്തേക്ക് വരും, മുഖവരിയൊന്നും ഇല്ലാണ്ട്, അതുകൊണ്ട് പറഞ്ഞതായിരിക്കും. എന്തായാലും നന്ദിനി വിഷമിക്കണ്ട, ഈ ജോലി കളയാൻ ഞാൻ നോക്കാമെന്ന് പറയും. അതും നന്ദിനിക്ക് ആകെ ഒരു വിഷമാവുക കേട്ടോ, വിശ്വൻ അങ്ങനെ ചിന്തിച്ചല്ലോ എന്നോർത്ത്. ഏതായാലും പുറത്തേക്ക് ഇറങ്ങുന്നതേക്കും മാഷ് വരും. മാഷ് പുറത്ത് പോയതായിരുന്നു. അന്നേരം നീ ഇറങ്ങാറായോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഇറങ്ങുക അച്ഛാന്ന് പറയും. അന്നേരം തേങ്ങ കൊടുത്തതിൻ്റെ പൈസ മേടിക്കാൻ വേണ്ടി പോയതാണ്, അതിൽ കുറച്ച് പൈസ കമലയുടെ കയ്യിലോട്ട് കൊടുക്കും. എന്നിട്ട് പറയുന്ന കയ്യിലുള്ള ആ മിച്ചം പൈസ വിശ്വൻ്റെ കയ്യിൽ കൊടുക്കും. എന്നിട്ട് പറയുന്നുണ്ട്, പുറത്തേക്ക് പോകുന്നതല്ലേ, ചിലവൊക്കെ ഉള്ളതല്ലേ, ഇത് കയ്യിലിരിക്കട്ടെ, ചിലപ്പോൾ ഒരു ചായ കുടിക്കാൻ തോന്നിയിട്ടുണ്ടെങ്കിൽ വേറെ ആരെ ആശ്രയിക്കണ്ടല്ലോ, ഇത് കയ്യിലിരിക്കും
ഇരിക്കട്ടെ, ശമ്പളം കിട്ടാൻ ഒരു മാസം ആകിയല്ലേ എന്നിങ്ങനെ പറയുവാണ്. അന്നേരം വിഷുവിനൊരു വിഷമം ആ പൈസ മേടിക്കാൻ. അച്ഛൻ ഒരുപാട് ചിലവൊക്കെ ഉള്ളതല്ലേ, അപ്പോൾ എനിക്ക് പൈസ തന്നാൽ എങ്ങനെയാണ് എന്ന് ചോദിക്കുമ്പം മാഷ് പറയുന്നുണ്ട്, ഈ പൈസ കൊണ്ടൊക്കെ തന്നെയാണ് ഇവിടുത്തെ ചിലവ് എല്ലാ മാസവും നടന്നു പോയിക്കൊണ്ടിരുന്നത്. അന്നേരം ഈ വീടിൻ്റെ ഉമ്മറത്ത് നീ ഇരിപ്പുണ്ടായിരുന്നു, അന്നത്തെ ആ ചിലവിൻ്റെ ഒരു പങ്ക് നീ അങ്ങ് വഹിക്കുന്നു എന്നങ്ങ് ഓർത്താൽ മതി എന്ന് പറയും. അന്നേരം വിഷുവിൻ്റെ കണ്ണങ്ങ് നിറഞ്ഞു വരും കേട്ടോ. അന്നേരം മാഷ് പറയുന്നുണ്ട്, കണക്ക് പറയുന്ന ഒരു ശീലമായി പോയി, അത് മനസ്സിലോട്ട് എടുക്കണ്ട, നീ ഏതായാലും പോയിട്ട് വാ എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോവാണ്. മാഷിന് നല്ല വിഷമമായി വിഷുവിൻ്റെ കണ്ണ് നിറഞ്ഞു വരുന്നത് കണ്ടപ്പോൾ. ഏതായാലും എല്ലാവരോടും യാത്ര പറഞ്ഞ് വിഷു ഇറങ്ങുവാണ്. വഴിയിൽ വെച്ച് നമ്മുടെ വേദയെ കാണുന്നുണ്ട്. അന്നേരം വേദയുടെയൊക്കെ അവിടെ പോയതാണ്. അന്നേരം വേദ പറയും, ഞാൻ ഒരു ജോലി കിട്ടുമോ എന്നറിയാൻ വേണ്ടി പോയതാണ്, വിഷുവേട്ടന് വരെ ജോലിയായി, അപ്പോൾ എനിക്കൊരു ജോലിയുടെ ആവശ്യമുണ്ടല്ലോ എന്ന് പറയുമ്പോൾ, അയ്യോ വേദയ്ക്ക് ജോലിയുടെയൊക്കെ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കും. അന്നേരം വേദ തിരിച്ചു ചോദിക്കും, അതെന്താ വിഷുവേട്ട, എൻ്റെ കാര്യങ്ങൾ നോക്കാൻ എനിക്ക് പൈസ വേണ്ടേ, എൻ്റെ കാര്യങ്ങളൊക്കെ എൻ്റെ വീട്ടുകാരാണ് നോക്കുന്നത് എന്നാണോ വിശ്വേട്ടൻ വിചാരിച്ചേക്കുന്നത്? അതൊന്നുമല്ല, ഞാൻ പഠിക്കുന്ന കാലത്ത് എനിക്ക് സ്കോളർഷിപ്പൊക്കെ കിട്ടുമായിരുന്നു, ആ പൈസ ബാങ്കിൽ കിടപ്പുണ്ട്, പഠിത്തത്തിൻ്റെ ചിലവൊക്കെ അച്ഛനാണെന്ന് നോക്കിയിരുന്നത്, അതുകൊണ്ട് ആ പൈസ തൊട്ടിട്ടില്ല. പിന്നെ മുത്തശ്ശി തന്ന കുറച്ച് പൈസയുണ്ട്, അതുകൊണ്ടാണ് കാര്യങ്ങൾ നടന്നു പോകുന്നത്. ആ പൈസ കൊണ്ട് ജീവിതകാലം മൊത്തം ജീവിക്കാൻ കഴിയില്ലല്ലോ, അതുകൊണ്ട് ഒരു ജോലി കണ്ടെത്തണം. അതിൻ്റെ ആവശ്യത്തിനായിട്ട് ഒരു കൂട്ടുകാരിയെ പോയി കണ്ടു. അവളൊരു വക്കീലിൻ്റെ ജൂനിയറായിട്ട് വർക്ക് ചെയ്യുവാണ്. ഒരു ജൂനിയറിനൂടെ അവസരം കിട്ടുമോ എന്നറിയാൻ വേണ്ടിയാണ് പോയത് എന്നൊക്കെ പറയുമ്പോൾ, ആഹാ അപ്പം വേദയ്ക്കും ജോലിയായി, കൺഗ്രാജുലേഷൻസ് എന്ന് പറയുമ്പം അതിനുള്ള സമയമൊന്നും ആയിട്ടില്ല, അവളൊന്ന് ചോദിച്ചു നോക്കട്ടെ എന്നേ പറഞ്ഞിട്ടുള്ളൂ എന്ന് പറയും. പിന്നെ വിഷുവിനോട് വർത്താനമൊക്കെ പറഞ്ഞിട്ട് വിഷുവേട്ടൻ താമസിക്കേണ്ട ചെല്ലേ എന്ന് പറയും. എന്നിട്ട് പോകുന്നതിന് മുമ്പ് ഒന്നുകൂടെ പറയുന്നുണ്ട്, ഇന്നലെ രാത്രി നന്ദിനിയേടത്തെയും ശ്രീജേടത്തെയും കൂടെ ഒരു ബെറ്റ് വെക്കുന്ന കണ്ടു. നന്ദിനിയേടത്തി പറഞ്ഞു, ഒരു മാസത്തിനകം വിഷുവേട്ടൻ ഈ ജോലി കളഞ്ഞിട്ട് വരുമെന്ന്. ഈ ബെറ്റിൽ ശ്രീജേടത്തിയെ തോപ്പിച്ചേക്കരുത് കേട്ടോ എന്ന് പറഞ്ഞിട്ട് വേദ അങ്ങോട്ട് പോകുമ്പോൾ ആകെ ചമ്മി നിൽക്കും കേട്ടോ വിശ്വൻ. കാരണം വിശ്വനെക്കുറിച്ചുള്ള ചിന്ത എല്ലാവർക്കും ഇതാണല്ലോ എന്നോർത്ത്. പിന്നീട് ശ്രീകാന്തിനെയും വർഷയൊക്കെ കാണിക്കുന്നുണ്ട്. അവർ രാവിലെ പത്രമൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ദീപ്തി കുഞ്ഞാവേനെ ഉറക്കുവാണ്. ഈ സമയം പത്മ ചായയായിട്ട് വന്നിട്ട് മുത്തശ്ശിയോട് ചോദിക്കുന്നുണ്ട്, മുത്തശ്ശിക്ക് ചായ വേണമെന്ന്. അന്നേരം എനിക്കിപ്പോൾ വേണ്ട, നീ ശങ്കറിന് കൊണ്ട് കൊടുക്കുക എന്ന് പറയും. ഏതായാലും ചായ കൊടുക്കാനായിട്ട് പത്മ റൂമിലേക്ക് പോകുന്നു. അത് കഴിയുമ്പം മുകളിൽ നിന്ന് കരയുന്ന ശബ്ദം കേൾക്കുന്നത്, ഓടി വാ ശ്രീകാന്തേ ദീപ്തി എന്ന് പറഞ്ഞ് കരയുവാണ്. എല്ലാവരും ഓടി മുകളിലോട്ട് ചെല്ലുമ്പം ശങ്കരനാരായണ അനക്കമില്ല, ആകെ ബോധം കിട്ടിങ്ങനെ അനക്കമില്ലാണ്ട് കിടക്കുവാണ്. ആകെ ടെൻഷനാവുന്നു. എല്ലാവരും കൂടെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ്. ഈ സമയം നമ്മുടെ വേദ ഇവിടെ അടുക്കളയിൽ ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അന്നേരമാണ് ദീപ്തിയുടെ കോൾ വരുന്നത്. ദീപ്തി ഫോൺ വിളിച്ചിട്ട്, ചേച്ചി അച്ഛന് സുഖമില്ലായിരുന്നു, രാവിലെ വിളിച്ച് എഴുന്നേൽപ്പിക്കാനായിട്ട് ചെന്നപ്പോൾ അനക്കമില്ലാതെ കിടക്കുമായിരുന്നു, എല്ലാവരും കൂടെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയിട്ടുണ്ട്, ചേച്ചി അങ്ങോട്ട് ചെല്ലണം കേട്ടോ, അച്ഛന് തീരെ സുഖമില്ല എന്നൊക്കെ ഇങ്ങനെ പറയും. അന്നേരം എന്ത് പറ്റിയതാ മോളെ എന്നൊക്കെ ചോദിക്കുമ്പോൾ, എന്താണെന്ന് അറിയില്ല, പെട്ടെന്ന് ചെല്ലണേ എന്നിങ്ങനെ പറയുവാണ്. അന്നേരം വേദ ഏത് ഹോസ്പിറ്റലിലേക്കാണ് കൊണ്ടുപോയത് എന്ന് ചോദിക്കും. ഹോസ്പിറ്റലിൻ്റെ പേര് പറയും. എന്നിട്ട് അമ്മയും മുത്തശ്ശിക്കും എന്തി എന്ന് ചോദിക്കുമ്പോഴേക്കും ദീപ്തിയുടെ ഫോണിലെ റേഞ്ച് പോകും. അപ്പോൾ സംസാരിക്കാൻ പറ്റാതെ വരുമല്ലോ, അപ്പോൾ ഫോൺ കട്ടാവും. അന്നേരം വേദയ്ക്കൊരു സംശയം, ഇതെന്താ ഇവൾ പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്തേന്ന്. തിരിച്ചു വിളിക്കുമ്പം ഔട്ട് ഓഫ് കവറേജ് ഏരിയ എന്ന് പറയുമെങ്കിൽ ചെയ്യുമ്പോഴത്തേക്കും വേദയ്ക്കൊരു സംശയം, ഇനി വേദയ്ക്കിട്ട് അടുത്ത പണി തരുന്നതാണോ ശ്രീകാന്ത് എന്ന്. കാരണം പെട്ടെന്ന് ഫോൺ വെച്ചു, തിരിച്ചു വിളിച്ചപ്പോൾ ഔട്ട് ഓഫ് കവറേജ് ഏരിയ. അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും കള്ളത്തരം ഉണ്ടോ എന്ന് ചിന്തിക്കുവാണ് വേദ. അന്ന് മുത്തശ്ശി പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലേക്ക് പോകുന്നുണ്ട്. നീ സൂക്ഷിക്കണം, നിങ്ങളെ രണ്ടുപേരെയും ശ്രീകാന്ത് എന്തും ചെയ്യും, അതുകൊണ്ട് നീ സൂക്ഷിച്ച് ഓരോ കാര്യത്തിലും ഇടപെടണം എന്ന് പറഞ്ഞൊക്കെ മനസ്സിലേക്ക് പോകുവാണ്. ഈ സമയം അങ്ങോട്ട് കമല വരും. എന്നിട്ട് ചക്ക മുറിക്കാൻ പോവാണ്, മോളോടെ വാ എന്ന് പറഞ്ഞ് വിളിക്കുക. അന്നേരം ഇതിൽ സംശയം ഉള്ളതുകൊണ്ട് അതിന് വലിയ പ്രാധാന്യം കൊടുത്തില്ല വേദ കമലയുടെ കൂടെ ചക്ക മുറിക്കാനായിട്ട് പോകുന്നു. ഈ സമയം ആകെ സീരിയസ് ആയിട്ട് കിടക്കുവാട്ടോ ശങ്കരനാരായണ ഹോസ്പിറ്റലിൽ. അന്നേരം ആകെ വിഷമത്തിലിരിക്കുകയാണ് പത്മ ഇങ്ങനെ സങ്കടപ്പെടുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, അവനൊന്നും സംഭവിക്കില്ല, ഈശ്വരന്മാർ നമ്മളെ കൈവിടില്ല, ഏതെങ്കിലും ഒരു ജീവൻ മതിയെങ്കിൽ എൻ്റെ ജീവൻ എടുത്തിട്ട് അവനൊന്നും വരുത്തരുതേ ഭഗവാനെ എന്നൊക്കെ മുത്തശ്ശി പ്രാർത്ഥിക്കുന്നു. അന്നേരം വർഷമൊക്കെ, നിങ്ങൾ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്, ഡോക്ടർ നോക്കട്ടെ, നമുക്ക് എല്ലാത്തിനും പരിഹാരം ഉണ്ടല്ലോ എന്നൊക്കെ പറയുക. അന്നത്തേക്ക് ശ്രീകാന്തും അങ്ങോട്ട് വരും. ശ്രീകാന്ത് എന്തൊക്കെയോ മരുന്ന് മേടിച്ച് കൊടുക്കുന്നുണ്ട്. അതെല്ലാം കഴിയുമ്പോൾ മുത്തശ്ശി ചോദിക്കുകയാണ്, ശ്രീകാന്ത് ഇനിയിപ്പോൾ ഈ ഹോസ്പിറ്റലിൽ തന്നെ വേണോ, വേറെ എവിടെയെങ്കിലും കൊണ്ടുവരണോ എന്നൊന്നും അറിയില്ലല്ലോ, നീ ഒന്ന് സംസാരിക്കാൻ മേലായിരുന്നോ എന്ന് ചോദിക്കുമ്പം, ഇവിടെ ബെറ്റർ ട്രീറ്റ്മെൻറ്റാണ് കിട്ടുന്നത്, ഏതായാലും ഡോക്ടർ ഇറങ്ങി വരട്ടെ, സംസാരിച്ചിട്ട് നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാമെന്ന് പറയും. അന്തേക്കും ഡോക്ടർ ഇറങ്ങി വരും. അന്നേരം എന്താണ് സംഭവം എന്ന് ചോദിക്കുമ്പം ഭയങ്കരമായിട്ട് BP കയറിപ്പോയി, അങ്ങനെ ബോധം പോയതാണ്, അദ്ദേഹത്തിന് എന്തൊക്കെയോ മാനസിക പ്രശ്നങ്ങളുണ്ട്, ഒരു മൈൽഡ് അറ്റാക്ക് കഴിഞ്ഞ ഒരു മനുഷ്യനല്ലേ, നിങ്ങൾ ശ്രദ്ധിക്കണ്ടേ എന്നൊക്കെ ചോദിക്കുക. എന്നിട്ട് പറയുന്നുണ്ട്, ഏതായാലും കൊണ്ടുവന്ന സമയം നല്ലതായതുകൊണ്ട് രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ ഒരു ഭാഗം തളർന്നു പോയേനെ, അതുകൊണ്ട് നിങ്ങൾ മനസ്സിന് വേദന ഉണ്ടാക്കുന്ന കാര്യങ്ങളൊന്നും സംഭവിക്കാൻ ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഡോക്ടർ അങ്ങ് പോയി കഴിയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്,
അവൻ ആകെ വിഷമമാണ് വേദയുടെ കാര്യം ഓർത്തിട്ട്. അതുകൊണ്ട് വേദേനെ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വിളിക്കണം, വേദയെ കണ്ടു കഴിഞ്ഞാൽ അവൻ ഇത്തിരി സമാധാനമാകും എന്നൊക്കെ മുത്തശ്ശി പറയുക. അന്നേരം പത്മിയും പറയുന്നുണ്ട് വിളിക്കണമെന്ന്. അന്നേരം വിളിക്കണമല്ലോ എന്നോർത്ത് ആകെ വിഷമത്തിൽ നിൽക്കുന്ന ശ്രീകാന്തിനെ കാണിക്കുന്നുണ്ട്. അതുപോലെ വയ്യാതെ കിടക്കുന്ന ശങ്കരനാരായണനെയും കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു.